പോളിംഗ് ദിവസത്തിലേക്ക് ദിവസങ്ങൾ കുറയുന്നതോടെ ഇടുക്കി ദേവികുളം മണ്ഡലത്തിലും മുന്നണികളുടെ പ്രചാരണം വാശിയോടെ മുന്നേറുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായ മണ്ഡലത്തിൽ സമുദായ സമവാക്യങ്ങൾ മുതൽ എസ് രാജേന്ദ്രന്റെ എഫക്റ്റ് വരെ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്ന അന്തിമ വിജയത്തെ സ്വാധീനിക്കും. തോട്ടം, ആദിവാസി, കാർഷിക മേഖലകൾ ചേരുന്ന മണ്ഡലത്തിൽ മുന്നണികൾ ചർച്ചയാക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും വിവിധങ്ങളാണ്. വിസ്തൃതി കൊണ്ട് വലുപ്പമേറിയ മണ്ഡലമാണ് ദേവികുളം. സംസ്ഥാനത്ത് ഏറ്റവും അധികം ആദിവാസി ജനത പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ദേവികുളം. വലുപ്പമേറിയ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തി വോട്ടുറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മുന്നണികൾ മൂന്നും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജയും UDF സ്ഥാനാർത്ഥി എഫ് രാജയും NDA സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രനും നടത്തുന്നത്. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആവേശമായി പ്രവർത്തകരും നേതൃത്വവും ഒപ്പമുണ്ട്. മണ്ഡലത്തിൽ പോരാട്ടത്തിനായി 9 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായ മണ്ഡലത്തിൽ സമുദായ സമവാക്യങ്ങൾ മുതൽ എസ് രാജേന്ദ്രൻ എഫക്റ്റ് വരെ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്ന അന്തിമ വിജയത്തെ സ്വാധീനിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ള മറ്റു സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാനിടയുള്ള വോട്ട് പോലും മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നിർണായകമാണ്. എസ് രാജേന്ദ്രന്റെ NDA പ്രവേശനത്തിലൂടെ LDF വോട്ടിൽ വിള്ളലുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ UDF ക്യാമ്പിനുണ്ട്. തോട്ടം, ആദിവാസി, കാർഷിക മേഖലകൾ ചേരുന്ന മണ്ഡലത്തിൽ മുന്നണികൾ ചർച്ചയാകുന്ന തിരഞ്ഞെടുപ്പ് വിഷയങ്ങളും വിവിധങ്ങളാണ്. വന്യജീവി വിഷയം, ഭൂവിഷയം, അടിസ്ഥാന വികസനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ പ്രചാരണം മുറുകുന്നതോടെ മുന്നണികൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുമെന്നാണ് വിലയിരുത്തൽ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.